ഒരു അക്രമം ഉണ്ടാകുന്നു. പോപ്പുലർ ഫ്രണ്ടുകാർ വന്ന് സുഡാപ്പികൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആളുകൾ ജോസഫ് മാഷ കൈകാലുകൾ വിപരീത ദിശയിൽ നിന്ന് വെട്ടുമ്പോൾ അത് ഖുറാനിലെ സൂക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 5:33 മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്ന, അള്ളാഹുവിനെ ആക്ഷേപിക്കുന്ന ഒരാളെ കണ്ടാൽ ആ നിയമം നടപ്പിലാക്കണം എന്നത് ഇസ്ലാമിലെ ബാധ്യതയാണ്. അത് ഇസ്ലാമിക രാജ്യമാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ബാധ്യതയാണ്. അവിടെ ഇസ്ലാമിക രാജ്യമല്ല എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ബാധ്യത അവിടുത്തെ വിജിലാൻറ്റീസിനാണ്. ആ രണ്ടാമത്തെ ഫാക്ടറാണ് ഇവിടെ അവർ നടപ്പിലാക്കിയത്. ആരിഫ് ഹുസൈൻ പറഞ്ഞ ആ 5:33 നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ ജസാഉൽ ലദീന യുഹാരിബൂന അല്ലാഹ വറസൂലഹു വയസ്ഔന ഫിൽ അർളി ഫസാദ അൻ യുഖത്തലു ഔ യുസല്ലബു ഔ തുഖത്തഅ ഐദീഹിം. ഇതിൻ്റെ കുറേ അങ്ങ് പോകുന്നു വേണ്ട, ആ തുടക്കം തന്നെ നമുക്ക് നോക്കിയാൽ മതി. ഇന്നമാ ജസാഉൽ ലദീന, ഒരു കൂട്ടരുടെ പ്രതിഫലം. എങ്ങനെയുള്ള കൂട്ടരാണ്? യുഹാരിബൂനല്ലാഹ വറസൂല, നിശ്ചയം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും യുദ്ധം നടത്തുന്നവരുടെ പ്രതിഫലം. ഹാറബ എന്ന് പറഞ്ഞാൽ പരസ്പരം രണ്ട് കൂട്ടർ യുദ്ധമുണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്കിതിൻ്റെ തഫ്സീറിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ആ ആയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മാത്രം നോക്കിയാൽ തന്നെ ഇത് യുദ്ധ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉടലെടുക്കുന്ന ആയത്താണെന്നും ആ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ്റെ ഈ വെട്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ജോസഫ് മാഷിന് കൈവെട്ടാനൊന്നും ഈ പറഞ്ഞ ആയത്തിൽ ഒരു തെളിവില്ല. മാത്രമല്ല, ഈ കഴിവെട്ടിയ ആൾക്കാർക്ക് ഈ 5:33 കേട്ടിട്ട് പോലും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഭവം.